80 വയസ്സായി. സുഹൃത്തുക്കളെ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം അൽബിക്കാനായിട്ടോ. അലബിക്ക 80-കാരനായ അലബിക്ക ഇന്നും മാർക്കറ്റിൽ വന്ന് സാധനമെടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ആ സാധുവിനെ കണ്ടില്ലങ്ങള്. ഈ പ്രായത്തിലും നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജാണ് നമ്മുടെ അൽബിക്കാന്റെ കയ്യിലുള്ളത്. അൽബിക്കാന്റെ വീഡിയോകളൊന്ന് കണ്ടു നോക്കി. ഈ പ്രായത്തിലും സുറുസുറുപ്പോടെ ഇന്നും ഒരു തളർച്ച പോലും ഇല്ലാതെ ഈ വൃദ്ധനായ മനുഷ്യന് ഇപ്പോഴും സ്വന്തമായിട്ട് കച്ചവടം ചെയ്ത് ഉപജീവന മാർഗം കഴിയുന്ന ആളാണ്. വളരെ ഹാപ്പിയാണ് മൂപ്പര്. ഈ പ്രായത്തിലൊക്കെ ഇങ്ങനത്തെ ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷമാണ്. മൂപ്പര് ഫുൾ ഹാപ്പിയാണ്. മൂപ്പര് ബിസിനസ് ആയിട്ട് അങ്ങനെ പോവാണ്. ഓക്കെ, കഥ പറയും കാലത്തേക്ക് അൽബിക എന്തെന്താ സാധനം എടുത്താ? എന്തെടുത്ത് ആരൊക്കെ നിങ്ങൾക്ക് കൂടെ കച്ചവടം? എത്ര വയസ്സായി? 80 വയസ്സായി. ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ സുറുസുറുപ്പോടെ ഉണ്ട്. ആ, അത് വലിയ കിട്ടലല്ല അല്ലേ? ഈ പ്രായത്തിലിങ്ങനെ ഒരു കച്ചവടം ചെയ്യാറ് തന്നെ. ഞാൻ രാവിലെ ഇറങ്ങും, സുരേഷിച്ചു, അവിടെ ഇറങ്ങും, പിന്നെ എവിടെ കൊണ്ട് നോക്കും. ആ, ശരി. അപ്പൊ അങ്ങനെ കച്ചവടം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അതാണ് വേണ്ടത്. നമ്മൾ ചായ വീഡിയോ ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യില്ല. കുട്ടികൾ 80-കാരനാണ് ഇപ്പോഴും സുറുസുറുപ്പോട് കൂടിയിട്ട് കച്ചവടം ചെയ്യണം. അതാണ് വേണ്ടത്. ഏതായാലും ഫ്രൂട്ട്സ് തന്നെ വെക്കണ വേറെ എന്തുണ്ടാ? മഞ്ചേരി പോവും. ഉണക്കലിന്റെ കച്ചവടം അല്ലേ? ആ, ഏതായാലും ഉഷാറാട്ടെ. എവിടെ നിങ്ങളെ സ്ഥലം എവിടെ പറഞ്ഞു? പറപ്പൂര്. ആ, ആ, ഏതായാലും നിങ്ങളെ വീഡിയോ ഞാൻ വിടുന്നുണ്ടാ. നിങ്ങളെ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നറിയാ. ഉഷാറാട്ടെ. ഏതായാലും നിങ്ങളത് എല്ലാവരും അറിയട്ടെ. കുട്ടികളെ പാട്ട് അടിപ്പിച്ചു. ആ, അല്ലേ? ഓക്കെ. ഏതായിരുന്നാലും അൽബിക്കാന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. അൽബിക്കാക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനിയും ഒരുപാട് ആയുസ്സും ആരോഗ്യത്തോടു കൂടി മൂപ്പര് ഈ കച്ചവടത്തിലും എല്ലാത്തിലും മുന്നോട്ട് പോട്ടെ എന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടാ. 80 വയസ്സായി. സുഹൃത്തുക്കളെ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം അൽബിക്കാനായിട്ടോ. അലബിക്ക 80-കാരനായ അലബിക്ക ഇന്നും